നമസ്കാരം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ മൂന്നാമത്തെ യൂസാണ് പറയുന്നത്. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ, കൺവെർട്ടിംഗ് യൂണിറ്റ്സ്. യൂണിറ്റുകൾ എങ്ങനെ കൺവെർട്ട് ചെയ്യാം ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക്. വി ക്യാൻ കൺവെർട്ട് ഇറ്റ് ഫ്രം CGS system to SA system or SA system to CGS or to MKS system, etc. like that. നമുക്ക് എപ്പോഴും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്യൂ ഉണ്ടാകും. ഇപ്പോൾ സപ്പോസ് ഒരു റൂമിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നു, ഈ റൂമിൻ്റെ ലെങ്ത്ത് അളക്കാൻ പറയുന്നു. അപ്പോൾ ലെങ്ത്ത് അളന്നപ്പോൾ ഈ റൂമിൻ്റെ ലെങ്ത്ത് 4 meters എന്ന് കിട്ടി. 4 meters അല്ലെങ്കിൽ 10 meters എന്ന് കിട്ടി ലെങ്ത്ത്. അപ്പോൾ ആ 4 meters അല്ലെങ്കിൽ 10 meters എന്ന് പറയുന്നത് എപ്പോഴും ഒരു നമ്പറായിരിക്കും, അല്ലേ? 4 meter അല്ലെങ്കിൽ 10 meter എന്ന് പറയുന്നതിൽ 4 എപ്പോഴും ഒരു നമ്പറായിരിക്കും. അപ്പോൾ 4 ഇൻറ്റു ഈ മീറ്റർ എന്ന് പറയുന്നത് ഒരു യൂണിറ്റാണ്, യൂണിറ്റ്. സോ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും നമുക്കിങ്ങനെ എഴുതാം. This is physical quantity is equal to a number into its unit. ഇപ്പോൾ ഈ സ്ഥലം മുതൽ ആ സ്ഥലം വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 50 kilometers എന്ന് പറയുമ്പോൾ 50 ആണ് n, കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിറ്റാണ്, അല്ലേ? അപ്പോൾ ശരിക്കും നമുക്ക് എപ്പോഴും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒരു യൂണിറ്റിൽ തന്നെ ആകണമെന്നില്ല. ചിലപ്പോൾ ഇത് മീറ്റർ ആകാം, ചിലപ്പോൾ ഇത് കിലോമീറ്റർ ആകാം, സെൻറ്റിമീറ്റർ ആകാം, അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിലാകാം. ഇതിപ്പോൾ നമുക്ക് SI സിസ്റ്റമാണ്, ഇത് CGS സിസ്റ്റമാണ്, അല്ലേ? ഇപ്പോൾ ഏത് സിസ്റ്റത്തിലായി കഴിഞ്ഞാലും ഇത് റൂമിൻ്റെ ലെങ്ത്താണ് മെഷർ ചെയ്തത്. സോ ഇതെല്ലാം ലെങ്ത്തിനെ സൂചിപ്പിക്കുന്നതാണ്. സോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷന് മാറ്റം വരുന്നില്ല, പക്ഷേ മെഷർ ചെയ്തത് വ്യത്യസ്തമായിട്ടുള്ള സിസ്റ്റത്തിലാണെന്നേ ഉള്ളൂ. അപ്പോൾ ശരിക്കും നമുക്ക് എഴുതാൻ പറ്റുക ഒരു സിസ്റ്റം, അതിലിപ്പോൾ 10 kilometer ആയിക്കോട്ടെ, ആ സിസ്റ്റത്തിൽ 10 എന്ന് പറഞ്ഞ ഒരു നമ്പർ ഉണ്ടാകും, അല്ലെങ്കിൽ ഏത് ന്യൂമറിക്കൽ നമ്പറും ഉണ്ടാകും. ഇവിടെ കണ്ടതുപോലെ രണ്ടാമത് ഒരു യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലേ? ആ യൂണിറ്റ് U1 എന്ന് വിളിക്കാം. സപ്പോസ് ഇത് CGS സിസ്റ്റമാണെന്നിരിക്കട്ടെ, എങ്കിൽ അതേ ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നെ, Q തന്നെ, മറ്റൊരു സിസ്റ്റം ഉണ്ടാകും. ആ സിസ്റ്റത്തിലെ ന്യൂമറിക്കൽ നമ്പർ വ്യത്യാസം കാണും. ഇപ്പോൾ നമുക്കറിയാം 1 kilometer ഈസ് ഈക്വൽ ടു 1000 meters ആണ്. അപ്പോൾ ഇത് ഒരു സിസ്റ്റമാണ്, ഇത് മറ്റൊരു സിസ്റ്റം. പക്ഷെ ഇവിടുത്തെ ന്യൂമറിക്കൽ ഇത് 1 ആണ്, ഇത് 1000 ആണ്. അപ്പോൾ ഇതിന് വരെ N1 കൊടുത്തു, ഇതിന് വരെ N2 എന്ന് കൊടുക്കുക. പക്ഷേ യൂണിറ്റ് രണ്ടാമത്തെ ഒരു സിസ്റ്റത്തിലാണ്, U2 എന്ന് വിളിക്കുക. അപ്പോൾ ഒരാൾക്ക് ഈ 1000 എന്ന് പറഞ്ഞ് അറിയില്ല എങ്കിൽ, സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് അൺനോൺ, ദെൻ വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഓക്കെ, ഇത് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ? അത് N2 ആണ്, അല്ലേ? ഇവിടെ 1000 വരെ N2 ആണ്. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് N2 ഈസ് ഈക്വൽ ടു U2 ഇങ്ങ് അടിയിൽ വരും. അപ്പോൾ N1 ഇൻറ്റു U1 ബൈ U2. ഈ മെത്തേഡിൽ N2 കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് N1 ഇൻറ്റു U1 എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഏതോ ഒരു സിസ്റ്റത്തിലുള്ള യൂണിറ്റാണ്. അപ്പോൾ അതിനൊരു ഡയമെൻഷൻ കാണും, അല്ലേ? ഇറ്റ് മേ ബി M, മാസാകാം, മാസാണെങ്കിൽ M കൊടുക്കണം, ലെങ്ത് ആകാം എങ്കിൽ L കൊടുക്കണം, ടൈം ആണെങ്കിൽ T കൊടുക്കണം. അപ്പോൾ ഈ M-ഉം L-ഉം T-യും വെച്ചുകൊണ്ടുള്ള ഏതെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിരിക്കും ഈ U1 എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ 1 1 1 U1 എന്ന് പറയുന്ന സിസ്റ്റം 1-ലുള്ളതാണ്. ഇത് സിസ്റ്റം 1-ലാണ്, സിസ്റ്റം 1. പക്ഷേ ഇതിൻ്റെ ഡയമെൻഷൻ കറക്റ്റ് അറിയണമെങ്കിൽ A, B, C ഈ അൺനോൺ ക്വാണ്ടിറ്റീസ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്, നമുക്കറിയാം. ഡിവൈഡർ ബൈ ഇനി U2 എന്ന് പറയുന്നത്
രണ്ടാമത്തെ സിസ്റ്റത്തിലുള്ള യൂണിറ്റാണ് അല്ലേ? ഇവിടെ അത് മീറ്ററാണ്, SI സിസ്റ്റമാണ്. അപ്പോൾ M2 അത് ചിലപ്പോൾ മാസ്സാകാം, അല്ലെങ്കിൽ ലെങ്ത് ആകാം, ടൈം ആകാം. രണ്ടാമത്തെ സിസ്റ്റം എന്നുള്ളത് കൊണ്ട് 2 എന്ന് കൊടുത്തു. പക്ഷെ ഡയമെൻഷൻ സെയിം ആണ്, ബിക്കോസ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് നോട്ട് ചേഞ്ച്ഡ്. സോ ഡയമെൻഷൻ ഈസ് സെയിം, അതുകൊണ്ട് പവർ മസ്റ്റ് ബി സെയിം. A, B, C അല്ലേ? ഈ പവറുകൾക്ക് മാറ്റം വന്നാൽ ഡയമെൻഷന് മാറ്റം വരും, അത് നിങ്ങൾക്കറിയാം. എമ്മിൻ്റെയും എല്ലിൻ്റെയും ടീയുടെയും പവറുകൾ വ്യത്യാസപ്പെടുന്ന അനുസരിച്ചാണ് ഡയമെൻഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഡയമെൻഷൻസ് എഴുതി നോക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ? എമ്മിൻ്റെയും എല്ലിൻ്റെയും ടീയുടെയും പവറുകൾ മാറുന്തോറും ക്വാണ്ടിറ്റി മാറിക്കൊണ്ടിരിക്കും. സോ ഇവിടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി സെയിം ആണ്, അതുകൊണ്ട് എമ്മിൻ്റെയും എല്ലിൻ്റെയും ടീയുടെയും പവറുകൾ സെയിം ആയിരിക്കും. ഓക്കെ, സോ N2 ഈസ് ഈക്വൽ ടു, നമുക്കെങ്ങനെ എഴുതാം? N1 ഇൻറ്റു M1 ബൈ M2 ഒരുമിച്ച് എഴുതി റൈസ് ടു A, അടുത്ത L1 ബൈ L2 റൈസ് ടു B, അടുത്ത T1 ബൈ T2 റൈസ് ടു C. ഇതാണ് അൺനോൺ ക്വാണ്ടിറ്റി കാണാനായിട്ടുള്ള ഒരു മാർഗം. ഈ രീതിയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. A, B, C ഇത് ഒന്നാമത്തെ സിസ്റ്റം, ഇത് രണ്ടാമത്തെ സിസ്റ്റം. ഓക്കെ, അപ്പോൾ അതിനെ ഒരു ഇപ്പോൾ ഇങ്ങനെ എഴുതുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ഐഡിയ പലർക്കും കിട്ടിക്കാണില്ല. ഒരു എക്സാമ്പിൾ ഞാനൊന്ന് കാണിക്കാം. എക്സാമ്പിൾ ഞാൻ 36 കിലോമീറ്റർ പെർ അവർ മീൻസ് അവർ റൈസ് ടു മൈനസ് ഈസുകളുടെ ഹൗ മെനി മീറ്റർ പെർ സെക്കൻഡ് എന്ന് ചോദിക്കുന്നു. മീറ്റർ പെർ സെക്കൻഡിൽ നമുക്ക് മീറ്റർ സെക്കൻഡ് റൈസ് ടു -1 എന്നും എഴുതാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ആണ് കാണേണ്ടത്, എത്രയാണെന്ന് അറിയണം. അപ്പോൾ ദിസ് ഈസ് N1, ഇത് ആദ്യത്തെ സിസ്റ്റമാണ് U1, ഇത് കാണേണ്ടത് N2, ഇത് രണ്ടാമത്തെ സിസ്റ്റം U2. അപ്പോൾ ശരിക്കും കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് നമ്മളിവിടെ അറിയേണ്ടത്. അപ്പോൾ ഇവിടെ N1 ഉണ്ട്, N2 കാണണം. സോ N2ൻ്റെ റിലേഷൻ ഇവിടെ ഉണ്ട്. സോ N2 ഈസ് ഇക്വൽ ടു, ആ റിലേഷൻ വേണമെങ്കിൽ നമുക്ക് എഴുതിയിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡയറക്റ്റ് എഴുതുന്നു. N1 എത്രയാണ്? വിച്ച് ഈസ് 30. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ സിസ്റ്റത്തിൽ കിലോമീറ്റർ രണ്ടാമത്തെ സിസ്റ്റത്തിൽ മീറ്ററായിട്ട് മാറണം. ആദ്യത്തെ സിസ്റ്റത്തിൽ അവർ രണ്ടാമത്തെ സിസ്റ്റത്തിൽ സെക്കൻഡായി മാറും. അപ്പോൾ ആദ്യത്തെ സിസ്റ്റം M1 ആണല്ലേ, മാസ്. അപ്പോൾ മാസിന് നമ്മൾ ആദ്യത്തെ സിസ്റ്റത്തിൽ 1 കിലോഗ്രാം എന്ന് കൊടുക്കണം. 1 കിലോഗ്രാം ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ സിസ്റ്റത്തിൽ മാസ് അല്ലേ, അത് ശരിക്കും 1 ഗ്രാം എന്ന് കൊടുക്കണം. 1 ഗ്രാം. ഓക്കെ, റൈസ് ടു. സാധാരണ കേസുകളിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ലെങ്ത്തും ടൈമുമാണ് തന്നിരിക്കുന്നത് അല്ലേ. ലെങ്ത്തും ടൈമും, ഇത് കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത്താണ്, ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവറാണ്. അപ്പോൾ ഇവിടെ മാസിന് ഇമ്പോർട്ടൻസ് ഇല്ല, മാസ് തന്നിട്ടില്ല. അപ്പോൾ എങ്കിലും ഞാനിങ്ങനെ ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ, കാരണം പിന്നീടുള്ള പ്രോബ്ലംസൊക്കെ വരുമ്പോൾ തെറ്റരുത്. അപ്പോൾ മാസ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഡയമെൻഷൻ ഇവിടെ വരുന്നില്ല, അതുകൊണ്ട് 0 എന്ന് കൊടുക്കും. 0 റൈസ് ടു 0, എയുടെ സ്ഥാനത്ത് 0 എന്ന് കൊടുക്കും. ഇനി അടുത്ത L1 എഴുതാം. L1 പക്ഷേ തന്നിട്ടുണ്ട്, കിലോമീറ്ററാണ്. അപ്പോൾ 1 കിലോമീറ്റർ എന്ന് വിളിക്കുക, ഡിവൈഡഡ് ബൈ അടുത്ത L2 രണ്ടാമത്തെ സിസ്റ്റത്തിലുള്ള ലെങ്ത് മീറ്ററാന്നിരിക്കുന്നത്. സോ അതിന് 1 മീറ്റർ എന്ന് കൊടുക്കുക. അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവർ എത്രയാണെന്ന് നോക്കുക. കിലോമീറ്റർ എന്ന് പറഞ്ഞതിൽ ശരിക്കും ഡയമെൻഷൻ 1 ആണല്ലേ, മീറ്ററിൽ 1 ആണ്. മീറ്ററിന് റൈസ് ചെയ്തിട്ടില്ല, കൂടുതൽ പവറിലോട്ട് വന്നിട്ടില്ല, 1 ആണ് അതിൻ്റെ പവർ. ഇത് രണ്ടിനും 1 ആണ്. സോ അതുകൊണ്ട് 1. അടുത്ത ടൈം ആദ്യത്തേൽ 1 അവർ, അവറാണ് ടൈം.
രണ്ടാമത്തേൽ സെക്കൻഡാണ്, 1 സെക്കൻഡ്. പക്ഷേ ഈ പവർ നോക്കുക, ഡയമെൻഷൻ സി എത്രയിലേക്കാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത്, റൈസ് ടു -1. അപ്പോൾ ശരിക്കും ഇവിടെ വന്നത് എ ഈസിക്കൽ ടു 0 അല്ലേ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 0 കാരണം മാസ് ഇല്ല. അടുത്ത ബി ഈസിക്കൽ ടു, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത്തിൻ്റെതാണ്, ലെങ്ത്തിന് രണ്ടിനും പവർ 1 അടുത്ത സി ഈസിക്കൽ ടു ടൈമിന് റൈസ് ടു -1. ഓക്കെ, ഇത് മൂന്നും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ ഇനി ഈസിയാണ്. സോ N2 ഈസിക്കൽ ടു 36 ഇൻറ്റു, ശരിക്കും ഈ ടൈം പോകും കാരണം റൈസ് ടു 0 മീൻസ് 1 അല്ലേ. അപ്പോൾ അതില്ല, അത് 1 ബാക്കി 1 കിലോമീറ്ററിനെ നമ്മൾ മീറ്റർ ആക്കുക, കാരണം നമുക്ക് മീറ്ററിലോട്ടാണ് മാറ്റേണ്ടത്. സോ 1 കിലോമീറ്ററിനെ മീറ്റർ ആക്കുമ്പോൾ 1000 മീറ്റർ ഡിവൈഡ് ബൈ 1 മീറ്റർ റൈസ് ടു 1 ഇൻറ്റു എന്തോരും 1 അവർ. 1 അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെക്കൻഡാണ്, 1 മണിക്കൂർ എത്ര സെക്കൻഡാണ് നമുക്കറിയാം, 3600 സെക്കൻഡ് ഡിവൈഡഡ് ബൈ 1 സെക്കൻഡ് റൈസ് ടു -1 സോ -1 that is equal to 36 ഇൻറ്റു. ഓക്കെ, അപ്പോൾ ഇവിടെ മീറ്റർ ഇത് കട്ട് ചെയ്തു, സെക്കൻഡ് കട്ട് ചെയ്തു, ബാക്കി 1000 ഇൻറ്റു 3600 റൈസ് ടു -1 റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ 1/3600 എന്നാണ്. ഈ രണ്ട് 0 പോയി, ബാക്കി. സോ 36 കട്ട് ചെയ്യാം, you will get 10. So what is the value of N2? It is equal to 10. Then you have to put this value here. Then you will get 36 km/h is equal to N2ൻ്റെ സ്ഥാനത്ത്, അല്ലെങ്കിൽ ഇവിടെ ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്ത് 10 m/s. This is the conversion, very easy. And you must know 1 km/h is equal to 5/18 m/s. ഓക്കെ, ഈ ഒരു കൺവെർഷൻ കൈനമാറ്റിക്സിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം, ആവശ്യമുണ്ട്. 1 km/h 5/18 m/s. നിങ്ങൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 36 km/h ഈക്വൽ ടു 10 m/s ആണെങ്കിൽ 1 km/h ഈക്വൽ ടു 10/36 അല്ലേ. 10/36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 5/18 അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ 1 km/h ഈസ് ഈക്വൽ ടു 5/18 m/s ആൻഡ് 1 m/s ഈസ് ഈക്വൽ ടു 18/5 km/h. ആൻഡ് ദീസ് two equations you must know in kinematics. Okay, and this is just an example for the conversion of units, and we will discuss more examples in the coming videos. Okay, thank you.